വനം വകുപ്പ് ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോയാൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കിസാൻ കോൺഗ്രസ് ജില്ലാ നേതാക്കൾ. കരുളായി മൈലമ്പാറ പനിച്ചോലയിൽ കാട്ടാന ചെരിഞ്ഞ സ്ഥലം സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. കാട്ടാന ചെരിഞ്ഞ സ്ഥലത്തിന് സമീപം സ്വകാര്യ കൃഷിഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത കർഷകന്റെ 500ഓളം വാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. ഇത്തരം സംഭവങ്ങൾ മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിത്യസംഭവമാണ്. കൃഷിയിടത്തിൽ കാട്ടാന ചെരിഞ്ഞതിനെ തുടർന്ന് കർഷകരെ പീഡിപ്പിക്കുന്ന നിലപാടാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത്. സംഭവത്തിൽ പാട്ടകർഷകർ ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് വനംവകുപ്പ് കേസെടുത്തത്. എന്നാൽ കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരമോ വന്യമൃഗങ്ങളെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാനുള്ള ഫലപ്രദമായ നടപടികളോ സ്വീകരിക്കുന്നില്ലെന്നും കിസാൻ കോൺഗ്രസ് ജില്ലാ നേതാക്കൾ ആരോപിച്ചു. കൃഷിയിടത്തിൽ ചെരിഞ്ഞ കാട്ടാനയെ സ്വകാര്യ ഭൂമിയിൽ സംസ്കരിച്ചത് കുറ്റകരമായ അനാസ്ഥയാണ്. ഈ സ്ഥലത്ത് ഇപ്പോഴും കാട്ടാനകൾ തമ്പടിച്ചിരിക്കുകയാണ്. ഇത് ജനജീവിതത്തിന് ഭീഷണിയാണെന്നും കിസാൻ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MP രാജേന്ദ്രൻ പറഞ്ഞു. സ്വകാര്യ കൃഷിയിടത്തിൽ ഭൂമി പാട്ടത്തിനെടുത്ത് നേന്ത്രവാഴ കൃഷി ചെയ്ത ഒരു തോട്ടം, അതിൽ കൃഷി ചെയ്ത 500-ൽ പരം വാഴകൾ പൂർണ്ണമായും വന്യമൃഗങ്ങൾ കാട്ടാനകൾ ഇറങ്ങി നശിപ്പിച്ചിരിക്കുകയാണ്. ഈ കൃഷിത്തോട്ടത്തിൽ ഇനി ഒരു വാഴ പോലും അവശേഷിക്കുന്നില്ല. ഈ തോട്ടത്തിൽ ആണ് കഴിഞ്ഞ ദിവസം ഒരു ആന ഷോക്കേറ്റ് ചരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭൂ ഉടമകൾക്കെതിരെയും പാട്ടത്തിന് കൃഷി ഇറക്കിയ കർഷകനെതിരെയും കേസ് എടുത്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുകയാണ്. വന്യമൃഗ സംരക്ഷണ ആക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ കേസെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് വനം വകുപ്പ് കാടിൽ നിന്ന് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വനം വകുപ്പ് നിറവേറ്റണം.